ഒരു ഭാഷ ഇല്ലാതാവുമ്പോൾ ഒരു സമൂഹത്തിന്റെ അടയാളവും കാലയവനികയ്ക്കുള്ളിൽ മറയുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ ഇല്ലാതാവാൻ പോവുകയാണ് മാദിഗരുടെ മാദിഗ ഭാഷ. കെ.ഒ. ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇനി കാണാം. വൈവിധ്യമാർന്ന ഭാഷകളാൽ സമ്പന്നമാണ് ഉത്തര മലബാർ. പ്രത്യേകിച്ച് സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡ്. കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും ഉള്ളറകളിൽ ചെറു സമൂഹങ്ങൾ സംസാരിക്കുന്ന ലിപികളില്ലാത്ത ഭാഷകളുണ്ട്. അത്തരത്തിൽ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഭാഷയാണ് മാദിഗ എന്ന ഗോത്രഭാഷ. മരണം പുൽകാൻ കാത്തിരിക്കുന്ന ഭാഷ. അടിച്ചവരക്കെല്ലാം മുഖാകാടിയില്ല അത് ಹೊಡಿಯಕ್ಕೆ ಸುಣ್ಣೆಲ್ಲ ತೆಗಿಬೇಕು ಇತ್ತೆ ಬಾಕಿ ಹುಡಿ ಸುಣ್ಣ ಉಕ್ಕಿಸ್ಬೇಕು തെങ്ങിന് മറ തെങ്ങിന് കൈ ಹಾಕೋದು. കരിവള്ളൂരിനപ്പുറം കൂക്കാനത്ത് 85 കഴിഞ്ഞ KP നാരായണനും രാജപുത്രിയും മാത്രമായിരിക്കും ഇപ്പോൾ ഈ ഭാഷയിലൂടെ ആശയവിനിമയം നടത്തുന്നവർ. ഈ ഭാഷ അതിൻ്റെ സമ്പന്നമായ രൂപത്തിൽ സംസാരിക്കുന്ന തലമുറയിലത്തെ അവസാന കണ്ണികളിൽ ഒരാളാണ് ഇവിടെയുള്ള KP മാലിംഗൻ എന്ന ആളുടെ മകൻ KP നാരായണൻ. ഇദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ മകള് രാജപുത്രി. ഇവർ രണ്ടുപേരും മാത്രം മിണ്ടിപ്പറഞ്ഞ് ഈ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണിത്. ഇതിന് തൊട്ടടുത്ത് കണ്ണൂർ ജില്ലയിൽ കൂക്കാനത്ത് ഇവരുടെ ഒരു സമൂഹം താമസിക്കുന്നുണ്ട്. അവിടെയും പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ആന്ധ്രയിൽ നിന്നോ മറ്റോ വർഷങ്ങൾക്ക് മുൻപെത്തിയ ചക്ലിയ വിഭാഗത്തിൽപ്പെട്ട ഇവർ കുലത്തൊഴിലായ ചെരുപ്പ് നിർമ്മാണവും കുമ്മായ നിർമ്മാണവും കൊണ്ടായിരുന്നു ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത്. തുളുവും തെലുങ്കും കന്നഡയും മലയാളവും കലർന്ന ഈ മാദിഗ ഭാഷയിലായിരുന്നു ആശയവിനിമയം നടത്തിയിരുന്നത്. എന്നാൽ പുതുതലമുറയിൽപ്പെട്ടവർ ആരും തന്നെ ഈ ഭാഷ സംസാരിക്കാനോ കൈമാറ്റം ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ലോകത്ത് ഇതുപോലുള്ള ഒരുപാട് ഭാഷകൾ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 2023 ചിലിയിലെ യാഗൻ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ക്രിസ്റ്റീന കാൽഡറോൺ മരിച്ചതോടുകൂടി ആ വിഭാഗം മാത്രം സംസാരിച്ച ഒരു ഭാഷ യാമന എന്ന ഭാഷ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. അതുപോലെ തന്നെ ഈ മാദിഗ ഭാഷ നാരായണേട്ടനും അതുപോലെ തന്നെ രാജപുത്രിയും സംസാരിക്കുന്ന ഈ ഭാഷയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അസ്തമിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇവിടെ ഈ 30ഓളം കുടുംബങ്ങളിൽ പ്രായമായവർ മാത്രമേ ഈ ഭാഷ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഭാഷ കുറച്ച് വർഷം കഴിയുമ്പോൾ, ഇവരുടെ കാലം കഴിയുമ്പോൾ ഭാഷ ഇല്ലാതാവും എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഒരു സമൂഹം സംസാരിക്കുന്ന ഭാഷ ഇല്ലാതാവുമ്പോൾ അവരുടെ അടയാളവും ഇല്ലാതാവും. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഭാഷയായി മാദിഗ മാറുകയും ചെയ്യും. കാസർഗോഡ് കുണ്ടുപോയിൽ കോളനിയിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം കെ.ഒ. ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.